ഖിറാഅത്ത് നടത്തിയ നമ്മുടെ പൊന്നോമന മകൻ അബ്ദുൽ ഹലീം, ഈ കോൺവൊക്കേഷൻ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട എൻ്റെ പ്രിൻസിപ്പൽ മുബീന നജമുദ്ദീൻ, ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ MM ഷാഫി, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും പള്ളിയുടെ പ്രസിഡന്റും ഒക്കെയായ ഷാഫി സാഹിബ് അവറുകൾ, അതുപോലെ വളരെ സാരസമ്പൂർണമായ ഒരു പ്രഭാഷണം ഇവിടെ നമ്മളോട് കാഴ്ചവെച്ച ബഹുമാനായ മുഹമ്മദ് സാദിഖ് മന്നാനി അവറുകൾ, ഇനി നമ്മുടെ വേദിയിൽ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അൻവർ പഴവിള, അതുപോലെ ചക്കമല ഷാ നവാസ് സാഹിബ്, ഫാത്തിമ നസീർ, റഹീം കല്ലറ, ഷമീം മണ്ണാമ്പിച്ച, മേലെ താഴെപ്പാങ്ങോട് ജമാഅത്ത് പ്രസിഡന്റ്, നമ്മുടെ അബ്ദുൽ ഗുഫാർ പ്രസിഡന്റ് പുരിപ്പാറ ജമാഅത്ത്, അതുപോലെ മറ്റ് വിശിഷ്ട AN അഷ്റഫ്, നൗഷാദ് എലിച്ചുഴി, അഷ്റഫ് കല്ലറ, നൗഷാദ് ഗ്രീൻവാലി, ഷമീർ കുച്ചുവിള, ഷാജഹാൻ, നന്ദി പ്രകാശിപ്പിക്കുന്ന നജമുദ്ദീൻ, വേദിയിലും സദസ്സിലും ആയിട്ടിരിക്കുന്ന എൻ്റെ പ്രിയങ്കരായ നാട്ടുകാരെ, ബന്ധുമിത്രാദികളെ, അതിലുപരി ഈ കലാലയത്തിലെ വിജ്ഞാനം നുകർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ സംരംഭത്തെ സ്വീകരിക്കുമാറാകട്ടെ. വളരെ ഭക്തിനിർഭരമായ, വളരെ മനോഹരമായ ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. വലിയ വലിയ യൂണിവേഴ്സിറ്റി, ഒരുപക്ഷെ നമ്മളിൽ പലരും ഈ ഒരു രംഗം, ഈ പിഞ്ചോമന കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ വേഷഭൂഷാദികളും അണിഞ്ഞു വന്നുകൊണ്ട് സനത് വാങ്ങുന്ന ഒരു രംഗം ആദ്യമായിട്ടായിരിക്കാം കാണുന്നത് നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ. വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ വലിയ വലിയ PhD ഒക്കെ നൽകുന്ന പോലെയുള്ള യൂണിഫോം എല്ലാം അണിഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കൾ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു രംഗമാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇനി നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകാനും വാങ്ങാനും ഒക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. വളരെ മനോഹരമായ ഒരു കലാലയം. LKG UKG എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. KG എന്ന് പറഞ്ഞാൽ കിൻഡർ ഗാർട്ടൻ എന്നാണത്. കിൻഡർ എന്ന് പറഞ്ഞാൽ കുട്ടികളെന്നും ഗാർട്ടൻ എന്ന് പറഞ്ഞാൽ ഗാർഡൻ, കുട്ടികളുടെ പൂന്തോട്ടം. അതാണ് KG UKG അപ്പർ, മറ്റേ LKG ലോവർ കിൻഡർ ഗാർട്ടൻ, കുട്ടികളുടെ ഉദ്യാനം, കളിസ്ഥലം എന്നാ. അതായത് കുട്ടികളെ ഭീഷണിപ്പെടുത്താനോ അടിക്കാനോ തല്ലാനോ വഴക്ക് പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പാടില്ല. അതിപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൽ ഇതില്ല. നമ്മളൊക്കെ എത്രയോ കാലം മുമ്പ് ഈ വടി വെച്ചൊഴിഞ്ഞതാണ്. 2000-ന് മുമ്പൊക്കെ അധ്യാപകന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത് ഒരു വടിയുമായിട്ടിരിക്കുന്ന രൂപമാണ്. ഇപ്പം കലാലയത്തിൽ അധ്യാപകർ വടിയും കൊണ്ടൊന്നും പോകാൻ പാടില്ല എന്നാണ് സ്കൂളുകളിൽ പോലും. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയാൻ വേണ്ട. അപ്പം കിൻഡർ ഗാർട്ടൻ എന്തുകൊണ്ടും മനോഹരമായ ഒരു ഉദ്യാനമാണിത്. വളരെ മനോഹരം. പടച്ചതമ്പുരാൻ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടതാണ് നമ്മൾ ചിന്തിച്ചു പോകുന്ന മനോഹരമായ ഒരു ഉദ്യാനമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തകർ ഒരുപാട് ബാലാരക്ഷിതകൾ അവരെ തള്ളി നീക്കേണ്ടി വന്ന സങ്കടം പറഞ്ഞു. കോവിഡിൻ്റെ കാലഘട്ടം, ഇന്നും അത് ഭയാനകമായ ഭാരിച്ച ചെലവും ഉത്തരവാദിത്വവും ഉള്ള ഒരു കാര്യമാണ്. കാരണം ഈ കുഞ്ഞുങ്ങളെ വാഹനത്തിൽ കൊണ്ടുവരണം, വാഹനത്തിൽ കൊണ്ടുപോകണം. അതിനുവേണ്ടി വാഹനവും ആളും സജ്ജമായി 24 മണിക്കൂർ ഉണ്ടായിരിക്കണം ഇവിടെ. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആയമാർ വേണം, അവർക്ക് ശുശ്രൂഷകൾ നൽകാൻ, മരുന്ന് കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ, ഉറക്കാൻ, കളിപ്പിക്കാൻ. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ എല്ലാ നിലയിലും പ്രഗത്ഭരായ ടീച്ചേഴ്സ് MAയും BAയും ഒക്കെ ബിരുദമെടുത്തിട്ട് ഇതിൻ്റെ സ്പെഷ്യൽ കോച്ചിങ്ങും ട്രെയിനിങ്ങും കഴിഞ്ഞ് വന്നവരാണ്. ഇപ്പോൾ ഞാനൊരു ടീച്ചറുമായി പരിചയപ്പെട്ടു. അതും എൻ്റെ ഒരു ശിഷ്യയാണ്, ഓടിയെത്തി. സാധാരണ ഓർമ്മയില്ലേ. അപ്പോൾ നാളെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി പോകാൻ പോയാണ്. ചുമ്മാതെ ട്രെയിനിങ് ഇല്ലാതെ പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള വളരെ ലോകവ്യാപകമായുള്ള ട്രെയിനിങ്ങുകളെ വളരെ നേടിയെടുത്തുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ വടക്കേ മലബാറിലൊക്കെ ഉണ്ട്. അൽ-ഫിത്ര എന്ന് പറയുന്ന സ്കൂള്, അസ്-സഹ്റ എന്ന് പറയുന്ന സ്കൂളുകൾ, ഒരുപാട് സ്കൂളുകൾ മലബാറിൽ ഇത് പ്രവർത്തിച്ചതിൻ്റെ റിസൾട്ട് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. തെക്കൻ കേരളത്തിലോട്ട് ഇങ്ങനെ വ്യാപിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. എന്തായാലും മുബീന നജമുദ്ദീന്റെ നേതൃത്വത്തിൽ എന്തും തയ്യാറായിക്കൊണ്ട് വളരെ നേരം വെളുക്കുമ്പോൾ അവർ രംഗത്ത് വന്ന രാത്രി വരെയും അവർ കഠിനമായ അധ്വാനമാണ്. വളരെ ത്യാഗപ്പെട്ടുകൊണ്ട് അവർക്ക് എന്ത് കൊടുത്താലും മതി വരികയില്ല. എല്ലാവരും നിസ്സീമമായ സ്നേഹവും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നൽകണം. ഈ കുഞ്ഞുങ്ങളെ ശാസ്ത്രീയമായി പഠിപ്പിക്കാൻ ഒരുപാട് ഫർണിച്ചർ വേണം, അതുപോലെ കമ്പ്യൂട്ടറുകൾ വേണം. ഒരു മനോഹരമായ ഗാനം കുട്ടികൾക്ക് വേണ്ടി അവിടെ
നഴ്സറി ഗാനങ്ങളുണ്ട്. അത് പാടുന്ന മനോഹരമായ ആ ടി വിയിലൂടെ അവർ കണ്ടുകൊണ്ട്, ആ പാട്ട് കേട്ടുകൊണ്ട്, അതിൻ്റെ താളം കേട്ടുകൊണ്ട് കുട്ടികൾക്ക് ഒരു താല്പര്യം ജനിപ്പിക്കുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഈ ഗാനങ്ങളാണ്. അതുപോലെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണം. ഒരുപാട് കഥകൾ അത് പറഞ്ഞു കൊടുത്ത് അവര് കഥകൾ കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് അവരെ വളർത്തിയെടുത്ത്, ഇതെല്ലാം അവരുടെ ശേഷി വളരാൻ വേണ്ടിയാണ്. എന്തിനാണ് പാട്ട് കാണാൻ പഠിപ്പിക്കുന്നത്? ഭാഷാശേഷി കൈവരിക്കാൻ വേണ്ടിയാണ്, ഉച്ചാരണശേഷി കൈവരിക്കാൻ വേണ്ടിയാണ്. കുഞ്ഞുങ്ങളെ പാടി ആ പാട്ടിന്റെ വാക്കുകൾ ആവർത്തിച്ച് വരുന്ന വരികളായിരിക്കും കുഞ്ഞുങ്ങൾക്കുള്ള പാട്ടുകൾ എന്ന് പറയുന്നത്. കുറഞ്ഞ വരികളായിരിക്കും, അവരുടെ ശ്വാസത്തിന് പറ്റുന്ന വരികളായിരിക്കും. നമ്മൾ ഈ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ ലോകവ്യാപകമായ എല്ലാ ഭാഷകളിലും മനോഹരമായ കവിതകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും പാടാൻ കൊതിക്കുന്നതുമായ കവിതകളെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി അവർക്ക് താളാത്മകമായ നിലയിൽ പാടാനും കാണാനും കേൾക്കാനും അതിലൂടെ അവരുടെ ഭാഷാശേഷി കൈവരിക്കുവാനുമുള്ള ഉണ്ടാക്കി കൊടുക്കുക. ആശയങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്താൻ ഈ കവിതകൾ ഉപകരിക്കുക. ആ നിലയിലെല്ലാം നൗഷാദ് സാഹിബാണ് സംസാരിക്കേണ്ട പോലെ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സംരംഭം വളർന്ന് വലുതായി കാണാൻ നമ്മൾ ആഗ്രഹിക്കുക. പടച്ചതമ്പുരാൻ ഇതിനെ വളർത്തി വലുതാക്കുമാറാകട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ ഈ പ്രസ്ഥാനത്തിന് നേർന്നുകൊണ്ട് നമ്മൾ ഇതിന്റെ പ്രൊമോട്ടേഴ്സായി നമ്മൾ മാറണം. അതെനിക്ക് പറയാനുള്ളൂ ഈ ഇരിക്കുന്നവരോട്. നമ്മളെ കുഞ്ഞുങ്ങൾക്കുള്ള അനുഭവം ഇപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് ഞാനൊന്ന് ഓദിച്ചിട്ട് കേൾപ്പിച്ചു തരാം. മുസ്താബ് എടുത്തുകൊണ്ട് ഞാനൊരു പാഠം ആ കുഞ്ഞിന് കൊടുക്കുകയാണ്. ഞാനിവിടെ ആരുമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതല്ല, എൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരു പാഠം കൊടുക്കുമ്പോൾ ഈ കുഞ്ഞാ പാഠം ഓതും. ഇങ്ങനെ 30 ദിവസവും തെറ്റുകൂടാതെ ഓതാൻ ഈ കൊച്ചു കുഞ്ഞ് കഴിവ് നേടിയെങ്കിൽ ഇതിന്റെ മഹത്വം എത്രത്തോളം വലുതാണ് നമ്മൾ ചിന്തിക്കുക. ഞാൻ ഈ കുഞ്ഞ് പാസ്സായ കുഞ്ഞാണെന്നും ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം ഞാൻ കണ്ട കുഞ്ഞാണ്. അപ്പം ഞാൻ ഈ കുഞ്ഞിന് എടുത്തു കൊടുക്കുന്ന ഭാഗം ആ കുഞ്ഞ് ഓതി നിങ്ങളെ കേൾപ്പിക്കും. നമ്മളെ ഓതി കേൾപ്പിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو سميع البصير. وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا من دون وكيلا ذرية من. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. ഇനി അതിനെ പരിപോഷിപ്പിക്കേണ്ടത് വീട്ടിലിരുത്തി അവരെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടല്ല, രക്ഷകർത്താക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഒരുപാട് പ്രാസംഗികർ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഈ മഹത്തായ മജ്‌ലിസിൽ 2 വാക്ക്